അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ് കോഴിക്കോട് നിന്നാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഇതിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലയുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ട്. പക്ഷേ എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിൽ കോതമംഗലം, മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കോഴിക്കോടേക്ക് വരുമ്പോൾ അവിടെ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഏത് തരത്തിലാണ് മഴ ജനങ്ങളെ ബാധിക്കുന്നത്? ഇപ്പോൾ മഴ ശക്തമാണോ? അഭിലാഷ്, ഇന്നലെ ഏതാണ്ട് അർദ്ധരാത്രി മുതൽ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളെയാണ് മഴ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. താമരശ്ശേരി പോലുള്ള ഇടങ്ങൾ, മുക്കം, കാരശ്ശേരി എന്നിവിടെ ഈ സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും ഉള്ളത്. താമരശ്ശേരിക്ക് സമീപം ഈങ്ങാപ്പുഴയിൽ പുലർച്ചെ മുതൽ തന്നെ ദേശീയപാതയിൽ വലിയ വെള്ളക്കെട്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ കടകളിലും വീടുകളിലും മറ്റുമൊക്കെ കാര്യമായി തന്നെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് വയനാട് പാതയിലേക്കുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. മറ്റ് സമാന്തര വഴികളിലൂടെ പോകണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. ഈങ്ങാപ്പുഴ അങ്ങാടിയിൽ ആണ് ഏറ്റവും രൂക്ഷമായ വെള്ളക്കെട്ട്. കോഴിക്കോട് നഗരത്തിലെ മാവൂർ റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം. ഇവിടെയും റോഡിൽ കാര്യമായ വെള്ളക്കെട്ടുണ്ട്. രണ്ട് വരി പാതയായതുകൊണ്ട് തന്നെ ഒരു വരിയിലാണ് ഇപ്പോൾ പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ തടമ്പാട്ട് താഴം അടക്കമുള്ള കണ്ണാടിക്കൽ പോലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലേക്ക് വരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു മണിക്കൂറായി മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ടായതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയതാണ് ജനങ്ങൾക്കൊരു ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നത്. മുക്കം, എടവണ്ണ, കൊയിലാണ്ടി ദേശീയപാതയോരത്തെ ഈ ഡ്രെയിനേജ് അടഞ്ഞതിനാൽ ആ ഭാഗത്ത്, കൃഷ്ണപ്പള്ളി ഭാഗത്ത് വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മതിലിടിഞ്ഞ് വീഴുക, മരം കടപുഴകി വീഴുക, അങ്ങനെയൊക്കെ ചിലയിടങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ജില്ലയിലെ പലയിടങ്ങളിലും പുഴകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ മലവെള്ളച്ചാട്ടം പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ട്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് ഒരു ബോട്ട് ചാലിയം ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു. അത് നാട്ടുകാർ പിന്നീട് ഇടപെട്ട് ബോട്ടിനെ കടിപ്പിക്കുകയും ആ ബോട്ടിലുണ്ടായിരുന്ന 17 ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അവരുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും മഴ തകർത്ത് തന്നെ പെയ്യുന്നുവെങ്കിലും ജില്ലയിൽ കാര്യമായ ഒരു നാശനഷ്ടമോ ആൾനാശമോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരം. അഭിലാഷ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നൽകുന്നത്. അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോൾ ഉടനെ തന്നെ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ തന്നെ ഈ നദികളിലെ മണലെടുപ്പ് നിർത്തിയതോടുകൂടി വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പല നദികൾക്കും ആഴം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്യുകയും ആ വെള്ളം നദിയിലേക്ക് എത്തുമ്പോൾ നദികൾ പെട്ടെന്ന് കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നേരത്തെ തന്നെ പല ഇടങ്ങളിലും വെള്ളക്കെട്ടിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒപ്പം കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റം, കാലവർഷത്തിലുണ്ടായിട്ടുള്ള മാറ്റം, നേരത്തെ മണിക്കൂറുകളോളം മഴ പെയ്യുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു എന്നതാണ് കേരളത്തിലെ കാലാവസ്ഥയുടെ പ്രത്യേകത, പ്രത്യേകിച്ച് കാലവർഷത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ പോലെയുള്ളവ വ്യാപകമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പ്രദേശത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മഴ ലഭിക്കുമ്പോൾ ആ പ്രദേശത്തെ മണ്ണിന് ആ മർദ്ദം താങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കൂടുതലായി അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കേണ്ട സമയമാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ തീരദേശങ്ങളിലേക്ക് യാത്രകൾ പുറപ്പെടാതിരിക്കുക എന്നതാണ്. മലയോര മേഖലകളിൽ ഉള്ളവർ കഴിയുന്നത്ര വീടുകളിൽ, സുരക്ഷിത ഇടങ്ങളിൽ തുടരുക എന്നതാണ്. പ്രത്യേകിച്ച് 8 ജില്ലകളിൽ ആണ് ഇപ്പോൾ റെഡ് അലർട്ട് നൽകിയിട്ടുള്ളത്. അതായത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് റെഡ് അലർട്ട് എന്നത്.
അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി, പ്രത്യേകിച്ച് 2018 പ്രളയകാലം മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രളയകാലത്ത് നേരിടേണ്ടത് എന്നതൊക്കെ ഒരു പരിധിവരെയെങ്കിലും മലയാളികൾക്ക് അറിവുള്ള ഒന്നാണ്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരുക, അതിനുവേണ്ടി എല്ലാവരും ജാഗ്രത പുലർത്തുക. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാം പ്രതികരണം വരുമ്പോഴും അവർ ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരുക എന്ന നിർദ്ദേശം തന്നെയാണ് അധികൃതർ ആവർത്തിച്ച് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.